ഇസ്രയേലിനെ ഞെട്ടിക്കുന്ന നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു കൃത്യമായ ഇടപെടൽ നടത്താം എന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ ഇസ്രയേലിനെ അമേരിക്ക കൈവിടുകയാണോ, അല്ലെങ്കിൽ അമേരിക്ക മറ്റെന്തിനെയെങ്കിലും ഭയക്കുന്നുണ്ടോ? ഇസ്രയേലിനെ അമേരിക്ക കൈവിട്ട് ഒരു കളി നടക്കത്തില്ല. കാരണം അമേരിക്കയ്ക്ക് എല്ലാരും പറയുന്നു അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആണ് ഇസ്രയേൽ എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലിന്റെ സ്റ്റേറ്റ് ആയിരിക്കും അമേരിക്ക എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇസ്രയേലിന്റെ വാക്യം. അതായത് ലോകത്ത് മൊത്തം ഈ എക്കണോമിക്കൽ ഗ്രോത്തും അല്ലെങ്കിൽ പലതിനെയും ലോകത്തെ നിലനിർത്തുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിനകത്ത് പ്രധാന പങ്കുള്ള ഒരു വിഭാഗമാണ് നമ്മൾ ഈ പറയുന്ന, അല്ലെങ്കിൽ ഈ ഇറാൻ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ജൂത വിഭാഗം. അത് എവിടൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ ഉണ്ട്, ആരൊക്കെയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അത് അറിയാവുന്നത് അവർക്ക് മാത്രമാണ്. അതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിക്കുകയാണെങ്കിൽ ജൂതന്മാർ എവിടെയുണ്ടോ അവർ പരസ്പരമുള്ള ബന്ധം, അതിന്റെ ഒരു ആഴം, അവരുടെ ഓരോ വ്യക്തിയെയും വാർത്തെടുക്കുന്നതിന് അവരെടുക്കുന്ന ഒരു റിസ്ക്, അത് ലോകത്ത് എവിടെയായിരുന്നു. അതായത് അവർ നിയന്ത്രിക്കുന്നു ലോകത്തെ എന്ന് പറയേണ്ടി വരും. ഇത് പറയുമ്പോൾ പലരും പുച്ഛിക്കും, പക്ഷെ ദീർഘമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഡിഫൻസ് എക്സ്പെൻസിന്റെ 10% ഇസ്രയേലിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് എത്രയോ കാലം കൊണ്ട്. അപ്പം ഇതിനകത്തൊരു തന്ത്രപ്രധാനമായ ആണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഈ പറയുന്നത് പോലെ 2 ആഴ്ച സമയം. ഈ 2 ആഴ്ച സമയം കഴിഞ്ഞ് അമേരിക്ക ഇടപെടാമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം യുദ്ധക്കപ്പലുകൾ, പടക്കോപ്പുകൾ, യുദ്ധവിമാനങ്ങൾ, അത് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അല്ലെങ്കിൽ നിർത്തിയതിന് ശേഷം ഇനിയും ഇടപെടാൻ 2 ആഴ്ച കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ട്രംപ് പിന്മാറുകയാണോ അതോ ഇസ്രയേലിനെ പറ്റിക്കുകയാണോ എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള വർത്തമാനം പറയുന്നത്. ശരിക്കുമല്ല. ഓരോ ദിവസത്തെയും യുദ്ധത്തിനകത്ത് ഇന്നലെ തന്നെ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വലിപ്പത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അല്ലെങ്കിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണം, അതിനുശേഷം തിരിച്ച് മിസൈലുകൾ വിടുന്നു, ഇസ്രായേലിനും സാരമായ അല്ലെങ്കിൽ പരിക്കുകൾ ഏൽക്കുന്നു, ഇറാൻ നിന്ന് കത്തുന്നു. അപ്പം ഇതിനകത്ത് ഓരോ ദിവസവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം തുടങ്ങിയ അന്ന് തൊട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇസ്രായേലിന്റെ ടാർഗറ്റഡ് യുദ്ധമാണ്. ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് അത് ചെയ്തിട്ട് തിരിച്ചു കയറുന്ന ഇസ്രായേൽ. അതേസമയം ഇറാൻ എന്ന് പറയുന്നത് കണ്ണുപൊട്ടൻ വെടിപൊട്ടിക്കുന്നത് പോലെ അല്ലെങ്കിൽ വട്ടം നടന്നടിക്കുകയാണ്. അന്ന് സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തകർന്നിട്ട് ഉള്ളത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്ന ഒരവസ്ഥ. അപ്പൊ അത് പലതും ഈ 100 മിസൈൽ വിടും, 400 മിസൈൽ വിട്ടപ്പോൾ ഒരു കണക്ക് ഞാൻ വായിച്ചതാണ്, അതിനകത്ത് 4 വീണു എന്ന് പറയുന്നു. അപ്പൊ മിസൈൽ വീഴുന്നുണ്ട്, അതിന്റെ നാശനഷ്ടം സംഭവിക്കുന്നുണ്ട്. ഇസ്രായേലിന് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിനകത്ത് മാധ്യമങ്ങൾ പറയുന്നു അയൺ ഡോം പോയി, പ്രതിരോധ സംവിധാനം പോയി, മറ്റത് പോയി, മറിച്ചത് പോയി എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിനകത്തൊന്നും കാര്യമില്ല. കാരണം ഹൂത്തികളും അല്ലെങ്കിൽ ഹമാസും യുദ്ധം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഹിസ്ബുള്ള യുദ്ധം ചെയ്തപ്പോൾ ഇതുപോലെ മിസൈലുകൾ അവിടെ വീണിട്ടുണ്ട്, ഹൂത്തികൾ ഇട്ടിട്ടുണ്ട് വിമാനത്താവളത്തെ മിസൈൽ. അപ്പൊ അതൊക്കെ സംഭവിക്കാം. കാരണം യുദ്ധത്തിനകത്ത് പ്രതിരോധ സംവിധാനം എത്രയും, അല്ലെങ്കിൽ 100% പ്രവർത്തിക്കണമെന്നില്ല. ഒരിക്കലും 100% കാര്യക്ഷമതയൊന്നും കാണത്തില്ല. അല്ലെങ്കിൽ ശത്രുക്കൾ പ്രതിരോധ സംവിധാനത്തെ അതിജീവിക്കാൻ പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നിയായിരിക്കും അവർ യുദ്ധം നടത്തുന്നത്. അപ്പൊ അതിനകത്തല്ല കാര്യം. പക്ഷേ ഞാൻ ഈ പറഞ്ഞു വന്നത് ഓരോ ദിവസത്തെ ടാർഗറ്റഡ് യുദ്ധം, അതായത് സൈനിക മേധാവിയെ കൊല്ലുന്നു, ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുന്നു, സൈനിക താവളങ്ങൾ കൊല്ലുന്നു, സൈനിക താവളങ്ങൾ തകർക്കുന്നു, ഇന്റലിജൻസ് മേധാവിയുടെ താവളങ്ങൾ തകർക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിയാക്ടറുകൾ തകർക്കുന്നു, ആണവ നിലയങ്ങൾ തകർക്കുന്നു. എല്ലാ സംവിധാനങ്ങളും തകർത്ത് മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ ദിവസം വിക്ഷേപിച്ചതിന്റെ അത്രയും മിസൈലുകൾ പിറ്റേ ദിവസം വിക്ഷേപിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ലോഞ്ചറുകൾ ഉണ്ടാവുന്നില്ല. ഓരോ ദിവസവും അവരുടെ സംവിധാനങ്ങൾ ടാർഗറ്റ് ചെയ്ത് മനസ്സിലാക്കി, അല്ലെങ്കിൽ കയറി ഇറങ്ങി ഓരോ ദിവസവും അവർ എവിടുന്നെയാണ് യുദ്ധം ചെയ്യുന്നത് മനസ്സിലാക്കി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഖത്തറിൽ നിന്ന് വിമാനങ്ങളെ പിൻവലിച്ചു അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. പേടിച്ചാണോ പിൻവലിച്ചത്? അല്ല. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറായാൽ ഇറാൻ തിരിച്ചടിക്കുന്നത് അമേരിക്കൻ ബേസുകളിലാണ്. അത് GCC രാജ്യങ്ങൾക്കിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഖത്തർ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കും.
അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല എന്ന് കണ്ടു നിൽക്കുന്ന സഖ്യരാജ്യങ്ങളായിട്ടുള്ള അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള കടമ ഈ പറയുന്നത് പോലെ അമേരിക്കയ്ക്കുണ്ട്, അല്ലെങ്കിൽ ഇസ്രയേലിനുണ്ട്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന 2 ആഴ്ച സമയം. അതായത് 2 ആഴ്ച സമയത്തിന് ശേഷം യുദ്ധത്തിന് അമേരിക്ക ഇറങ്ങിയാൽ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ബങ്കർ ബ്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ച് ഒരു ലിമിറ്റഡ് യുദ്ധം നടത്തിയാൽ അവരുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് അവരാഗ്രഹിക്കുന്നത് പോലെ ഈ പറയുന്ന ഖമേനിയെയും മാറ്റി ഭരണ സംവിധാനത്തെയും മാറ്റി ഒക്കെ പോകുന്ന രീതിയിലേക്ക് ഒരു പ്ലാനിങ് അതിന്റെ പിറകിലുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ കയറി അടിച്ചാൽ അവശേഷിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അടുത്തത് ഇറാൻ ഈ പറയുന്ന അമേരിക്കയുടെ ബേസുകൾ അടിക്കാൻ സാധ്യതയുണ്ട്. ഇത് അമേരിക്കയും GCC രാജ്യങ്ങളും ആയിട്ടുള്ള ബന്ധത്തെ തർക്കം. നിങ്ങൾക്കറിയാം, ബാക്ക് ടോക്കുകൾ നടക്കുകയാണ് അമേരിക്കയായിട്ട് ഇറാൻ. ആര് വിശ്വസിക്കും? ഞങ്ങളൊരു ചർച്ചയ്ക്കും ഇല്ലെന്ന് ഖമേനി പറയുന്നു. ഖമേനിയുടെ കുടുംബം അവിടെ നിന്ന് പോയെന്ന് പറയുന്നു. പ്രധാനപ്പെട്ട സൈനിക മേധാവികൾ അവിടെ നിന്ന് മാറിയെന്ന് പറയുന്നു. യുദ്ധത്തിനകത്ത് സേഫ്റ്റി ഉള്ള ഒരു രാജ്യമാണെങ്കിൽ അത്തരത്തിൽ മാറുമോ? ഇതൊക്കെ ഇന്റർനാഷണൽ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് ബാക്ക് ടോക്കുകൾ നടക്കുകയാണ്. അപ്പൊ യൂറോപ്യൻ കൺട്രീസ് ഈ പറയുന്ന ഫ്രാൻസുമായിട്ടും ജർമ്മനിയുമായിട്ടും ഇറാന്റെ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള ബാക്ക് ടോക്കുകൾ നടക്കുകയാണ്. അപ്പം അവർക്ക് ആവശ്യമുള്ള യുദ്ധത്തിന് കാരണമായിട്ടുള്ള കാര്യം, ആണവം ആയുധം ഉണ്ടാക്കുന്നതിന് പ്രാപ്തമായിട്ടുള്ള അതിനു വേണ്ടിയുള്ള കംപ്ലീഷൻ, അല്ലെങ്കിൽ അത് നിർത്തിവെക്കുന്നതിനുള്ള ഉറപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ പൂർണ്ണമായിട്ട് വിജയിച്ചാൽ യുദ്ധം നിർത്താമെന്നുള്ളതാണ്. അതിനും വേണ്ടി 2 ആഴ്ച ഉപയോഗിക്കാം. അതുകൊണ്ട് ഇറാനും ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സമയം തരണമെന്ന്. കാരണം ഇപ്പൊ പറയുന്നത്, ഇസ്രായേൽ പറയുന്നത് ഖമേനി വേണ്ട, ഖമേനിയെ തട്ടും. അത് ഒരുപക്ഷെ ഖമേനിയുടെ കുടുംബവും അവിടെ നിന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം പലായനം ചെയ്തു എന്ന് പറയുന്നു ഒമാനിലേക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു സംവിധാനം അവിടെ നിന്ന് പോയി അവരിന് തിരിച്ചു വരുമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ ഇത് രഹസ്യമായ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ, ഖമേനി ഉണ്ടോ, പ്രധാനപ്പെട്ട കക്ഷികളുണ്ടോ? അപ്പം ഈ 2 ആഴ്ച സമയം എന്ന് പറഞ്ഞാൽ ഇറാനെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ നിരായുധീകരിക്കുന്ന സമയമായിരിക്കും. അതിനുശേഷം അമേരിക്കയുടെ ഓപ്പറേഷനോട് കൂടി അത് പൂർണ്ണമാകും. ആ പൂർണ്ണമായ ഒരു ഓപ്പറേഷന് വേണ്ടിയാണ് 2 ആഴ്ച കഴിഞ്ഞ് ഇടപെടാം എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ബാക്ക് ടോക്കുകളും നടക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കും. അല്ലാതെ ഒരിക്കലും ഈ പറയുന്ന മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ ഇനിയും ട്രംപ് വിചാരിച്ചാൽ പോലും അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ വിട്ട് ഒരു കളി നടക്കത്തില്ല. കാരണം അമേരിക്കയുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ, അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത്, അതുപോലെ അല്ലെങ്കിൽ എക്കണോമിയെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ പല പ്രതിരോധ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത്, പല ടെക്നോളജീസും കൊടുക്കുന്നത്, അല്ലെങ്കിൽ പലതിന്റെയും ആളായിട്ടുള്ളത് അതൊക്കെ ജൂതന്മാരാണ്, ഒരുപക്ഷെ ഇസ്രയേലുകാരാണ്. അവർ വിചാരിച്ചാൽ, അവർ പിന്മാറിയാൽ, അവരെ മാറ്റിയാൽ, അവർ മാറുമെന്ന് പറഞ്ഞാൽ പോലും അമേരിക്ക മാറിയിരിക്കുന്ന ഒരവസ്ഥ, മാറിയാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇല്ലാതെയാകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പം ഇതൊരു ആലോചനയുടെ ഭാഗമാണ്. അതായത് ഒരു ഗൂഢാലോചന. അത് വെളിയിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ വിവരങ്ങളും വെളിയിൽ വരാൻ പറ്റുന്ന ഒരവസ്ഥയില്ലല്ലോ. അപ്പം ആ രീതിയിലേക്ക് മനസ്സിലാക്കുന്നത്, യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആവതുപോലെ യുദ്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ യുദ്ധത്തിനകത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഗുണം ഒരുപക്ഷെ ഇസ്രയേലിന് മാത്രമായിരിക്കും ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല ഇറാനെ അടിക്കാൻ. കാലങ്ങളായിട്ട് തീരുമാനിച്ചതായത്. കാലങ്ങളായിട്ട് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന് അത്രയ്ക്ക് വലിയ കരുതൽ കാണും, അത്രയ്ക്ക് വലിയ മുന്നൊരുക്കം കാണും. അപ്പം അല്ലാതെ ഇസ്രയേലിന് ഇത്രയും വലിയ പഴക്കമുള്ള രാജ്യമാണ്, അല്ലെങ്കിൽ 10-14 ലക്ഷം പട്ടാളമുണ്ട്, അതിനകത്ത് 7 ലക്ഷം പട്ടാളം സജീവമാണ്, അല്ലെങ്കിൽ ആയുധ ശേഖരമുണ്ട്, മിസൈലുകളുടെ വമ്പൻ ശേഖരമുണ്ട്, അതുപോലുള്ള സംവിധാനങ്ങളുള്ള രാജ്യമാണ്. ആ രാജ്യത്തെ അടിച്ചാൽ എങ്ങനെ അടിക്കണം, അല്ലെങ്കിൽ ആ രാജ്യത്തെ അടിച്ചാൽ എന്തൊക്കെ കുഴപ്പം പറ്റും, അവരെ എങ്ങനെ നേരിടണം, അതൊക്കെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് മാത്രം യുദ്ധത്തിന് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഈ 2 ആഴ്ച സമയം ട്രംപ് പേടിച്ചു മാറിയതല്ല, അത് അവരുടെ ടാർഗറ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് അവർ വിചാരിക്കുന്നിടത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു തന്ത്രമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ്
അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിദഗ്ധരിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നു. എന്തായാലും US പറഞ്ഞിരിക്കുന്ന 2 ആഴ്ച കഴിഞ്ഞിടപെടാം എന്നുള്ളൊരു പ്രസ്താവന ആരെയും ഭയന്നല്ല, ഇറാനെ ഭയന്നല്ല, അല്ലെങ്കിൽ ഇറാന് പിന്നിലുള്ള ശക്തികളെ ഭയന്നല്ല. അത് കൃത്യമായി ഇസ്രയേലിന് വേണ്ട രീതിയിൽ അവരുടെ ചില ആസൂത്രിത തന്ത്രങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു സമയം കൂടിയാണ്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ വൈകാതെ തന്നെ ഇറാനെ നിരായുധീകരിക്കുന്ന ഒരു നിലപാടിലേക്ക്, അത്തരം യുദ്ധതന്ത്രങ്ങളിലേക്ക് ഇസ്രയേൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒടുവിൽ ഇത്തരത്തിലുള്ള മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കൂടിയാണ് യുഎസിന്റെ ഒരു 2 ആഴ്ചത്തെ സമയവും. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.